യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളൊരു പുതിയ കാര്യമാണ് പഠിക്കാനായി പോകുന്നത്. നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ്. ഒത്തിരി പേർ ചോദിക്കാറുണ്ട്, എന്താണ് സിസ്റ്റർ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വിളി, എന്താണ് എൻ്റെ തിരഞ്ഞെടുപ്പ്? അതെല്ലാം നമുക്ക് കുറച്ച് ആഴത്തിൽ പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എപ്പോഴാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എപ്പോഴാണ് ദൈവം എന്നെ കണ്ടത്, ഏത് ഉദ്ദേശത്തോടു കൂടിയാണ്, ഏത് പർപ്പസിലാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്, ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കാം. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇപ്പോൾ ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം അപ്പ എന്നോട് അങ്ങ് സംസാരിക്കണം, എനിക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാകണം എന്നുള്ള ചിന്തയോടെ ആരെല്ലാം ഈ ഡിവൈസിന് മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്നു, പ്രിയ മക്കളെ ദൈവം തൊടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 100 മേനി തന്നെ ഫലം കായ്ക്കത്തക്ക രീതിയിൽ വചനം അവരുടെ ഹൃദയം എന്ന മാംസ പലകമേൽ എൻ്റെ കർത്താവ് എഴുതേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രിയപ്പെട്ടവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരണം, വലിയൊരു ബ്ലെസ്സിങ് ആയി തീരണം കർത്താവ്, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും, അതാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങി അങ്ങോട്ട് ചിന്തിക്കാനായി പോകുന്നത്. അതിൽ ഒത്തിരി കാര്യങ്ങൾ വരും. അതിനിടയ്ക്ക് നമ്മൾ അപ്പോസ്തലിക് കോളിങ്ങിനെ കുറിച്ച്, പ്രൊഫറ്റിക് കോളിങ്ങിനെ കുറിച്ച്, ഇവാഞ്ചലിസ്റ്റിൻ്റെ കോളിങ്ങിനെ കുറിച്ച്, ടീച്ചറുടെ കോളിങ്ങിനെ കുറിച്ച്, പാസ്റ്ററെ കോളിങ്ങിനെ കുറിച്ച് എല്ലാം പഠിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടായിരുന്നാട്ടെ. അപ്പാ എന്നോടങ്ങ് സംസാരിക്കണം. ഈ ഒരു മെസ്സേജിൻ്റെ സീരീസ് കഴിയുമ്പോൾ തന്നെ എന്താണ് എൻ്റെ കോളിംഗ് എന്ന് മനസ്സിലാക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് നൽകുമാറാകണം എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ വചനത്തിലേക്ക് വരികയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. അതൊരു വലിയ വാക്യമാണ്. അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇപ്പോഴൊന്നും അത് തീരത്തില്ല. 6 വരെ എത്തുമ്പോഴേ അത് തീരത്തുള്ളൂ. അതിൻ്റെ 3 തുടങ്ങി 6 എത്തുമ്പോഴാണ് ആ ഒരു വാക്യം തീരുന്നത്. അതുപോലെ ആ ഒരു വലിയ വാക്യമാണ്. കാരണം ഇത് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനമാണ്. ഹല്ലേലൂയ. അതൊരു ലേഖനമായതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ, ഇതൊക്കെ വാക്യങ്ങളായിട്ടൊക്കെ പിന്നീടാണല്ലോ തിരിച്ചത്, വാക്യങ്ങളായിട്ടും അധ്യായങ്ങളായിട്ടൊക്കെ. ഇതൊരു ലേഖനമായിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളത് വായിച്ചുകൊണ്ട് സാധ്യമല്ല. നമുക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് കടന്നു വരാം. എപ്പോഴാണ് ദൈവം നമ്മളെ കണ്ടത്, തിരഞ്ഞെടുത്തത്? ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇരമ്യാവിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ വിളിച്ചു, പ്രവാചകനായി വേർതിരിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാം. പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ, ലേഖനങ്ങളിലൊക്കെ പൗലൂസ് പറയുന്നത് എൻ്റെ ജനന സമയത്ത് തന്നെ കർത്താവ് എന്നെ വേർതിരിച്ചു. എന്നാൽ ഇവിടെ എല്ലാം വ്യത്യസ്തമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് ഇങ്ങനാണ് എഴുതുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ആരിലാണ് തിരഞ്ഞെടുത്തത്? ക്രിസ്തുവിൽ. എപ്പോഴാണ് തിരഞ്ഞെടുത്തത്?
ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ. അങ്ങനെ അതിന് മുമ്പേ പറഞ്ഞാൽ എന്തുവാണ്? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ സമയം തുടങ്ങുവാണല്ലേ. അവിടെ തൊട്ടാണ് സമയം തുടങ്ങുന്നത് ബൈബിളിൽ. ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, അവിടെ തൊട്ടൊരു തുടക്കം, അല്ലെങ്കിൽ അവിടെ തൊട്ടാണ് സമയത്തിന്റെ തുടക്കം. ഇത് സമയത്തിന് നടന്ന കാര്യത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അല്ല, അങ്ങനാണെങ്കിൽ എന്താണ്? അപ്പോൾ ഇൻ ദ ബിഗിനിങ് എന്നോ ആദിയിലെന്നോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. അപ്പൊ ആദിയിലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാകുന്നത്. അത് ഇംഗ്ലീഷിലെ KJV വെർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ ഹി ചൂസ്നസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ദാറ്റ് വി ഷുഡ് ബി ഹോളി ആൻഡ് വിത്തൗട്ട് ബ്ലെയിം എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഹിന്ദിയിൽ വായിക്കുമ്പോൾ ജൈസ ഉസ്നെ ഹമേ ജഗത് കി ഉത്പത്തി സെ പഹലെ ഉസ് മേം ചുൻലിയ എന്ന് പറഞ്ഞാൽ ഈ ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ, ഓക്കെ, ഭൂമിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ, ആദത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ, ബിഫോർ ഫാൾ ഓഫ് ആദം, ആദം വീഴുന്നതിന് മുമ്പേ നമ്മളെ കണ്ടു. ഇതെങ്ങനെ കണ്ടു? നമ്മളെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാ സമയം തരുന്നത്. ഭൂമി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കർത്താവ്. ഓക്കെ, ഭൂമിയൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ലോകം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നക്ഷത്ര സമൂഹങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പോഴും തീരുമാനിച്ച കാര്യമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ആ വചനത്തിൽ അപ്പോഴും തീരുമാനിച്ച കാര്യം എന്നല്ല പറയുന്നത്. ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് വി ആർ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മൾ എവിടെ ഉണ്ട്? ക്രിസ്തുവിലുണ്ട്. ഹല്ലേലൂയ, വചനത്തിലുണ്ട് നമ്മൾ. ഇത്ര വലിയ കാര്യമാണെന്ന് നോക്കിക്കേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നോ? ഈ ലോകത്തിൽ എല്ലാവരും ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒത്തിരി മിസ്റ്ററി വചനത്തിനകത്തുണ്ട്. നമ്മളോട് ആ വചനത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്കത് കിട്ടും. നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതാണ്ട് ഒരു വചനം എടുത്തോട്ട് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനെ തിരഞ്ഞെടുക്കുക, ഇങ്ങനെ അങ്ങ് പോവല്ലേ വായിച്ച്. നമ്മൾ എന്തേലും ചോദിക്കുമോ തിരിച്ച് വചനത്തോട്? അപ്പോഴേ നമുക്ക് ഈ റെവലേഷൻസ് കിട്ടത്തുള്ളൂ. എങ്ങനെ തിരഞ്ഞെടുത്തു? ഞാൻ എവിടെ ആയിരുന്നു? ഞാൻ എങ്ങനെ ഭൂമിയിൽ വന്നു? ദൈവഹിതപ്രകാരം അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ, ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒക്കെ ദൈവം എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് ഞാൻ സ്പിരിറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആത്മലോകത്തിൽ ഞാൻ പ്രസന്റ് ആയിരുന്നു. ഹല്ലേലൂയ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ആ കർത്താവിൻ്റെ വലിയൊരു പ്ലാൻ. ആത്മലോകത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള എന്തെങ്കിലും കാര്യം എനിക്കോ നിങ്ങൾക്കോ ഇന്ന് അറിയാമോ? ഇല്ലല്ലേ. നമ്മുടെ മെമ്മറി എവിടെ പോയി? അവിടുത്തെ മെമ്മറി ഞാൻ ചിന്തിക്കുന്നു ഉറപ്പായിട്ടും ആ മെമ്മറിയൊക്കെ കർത്താവ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ, നമ്മൾ അവിടെ ആരായിരുന്നോ നമുക്കറിയാമല്ലോ, ഇല്ലേ? അവിടെ എന്തായിരുന്നു, അവിടെ ആരായിരുന്നു, എങ്ങനായിരുന്നു, ആ മഹത്വത്തിലായിരുന്നു നമുക്കറിയത്തില്ലേ? ആ മഹത്വത്തിലായിരുന്ന നമ്മളെ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തു. നമ്മളെ ആ ഭൂമിയിലേക്ക് ദൈവമാക്കിയത് എന്തിനാണ്? ഇതെല്ലാ പരിപാടിയും ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. അവിടെ സ്വർഗത്തിലായിരുന്ന നമ്മളാ ഇപ്പോൾ ഇവിടെ ഭൂമിയിലായിരിക്കുന്നത്. നമ്മുടെ വർക്ക് തീർന്നിട്ട് ശേഷം നമ്മൾ എവിടെ പോകും? വീണ്ടും സ്വർഗത്തിൽ തന്നെ പോകണം. ഹല്ലേലൂയ. ഈ ഒരു റെവലേഷൻ നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നിനെ പറ്റി നിങ്ങൾ ഭാരപ്പെടില്ല. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിലായിരുന്നവരാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നു. തിരികെ നമ്മൾ ക്രിസ്തുവിൽ തന്നെ ചേരുകയും വേണം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ പീരീഡിൽ, ഈ സെർട്ടൈൻ പീരീഡിൽ ദൈവം എന്തിനെ നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു? ഫോർ ഗോഡ്സ് പ്ലാൻ, ഫോർ ഗോഡ്സ് പർപ്പസ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്നത്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്ലാനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏത് പ്ലാനിലാണോ ഒരു മനുഷ്യനെ ഭൂമിയിലാക്കുന്നത്, ആ പ്ലാനിലേക്കും പർപ്പസിലേക്കും കൊണ്ടുവരാൻ ദൈവം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അവന്റെ സറൗണ്ടിങ്സ് എല്ലാം ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്നാൽ പലപ്പോഴും മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയോ ദൈവത്തിന്റെ പ്ലാനിലേക്ക് വരികയോ പർപ്പസിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവന്റെ ഇഷ്ടം. അത് തന്നെ, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ആലോചനകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യൻ. ഈ സ്വയത്തിൽ നിന്ന് ചിന്തിക്കാനും സ്വയ താല്പര്യങ്ങൾ ചെയ്യാനും എല്ലാം മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? പിശാചാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവനും ഒരു പദ്ധതിയില്ലേ? അവനും ഒരു പ്രോജക്റ്റ് ഇല്ലേ? ഉണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരിലൂടെ തൻ്റെ കിങ്ഡം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മക്കളിലൂടെ ദൈവത്തിന്റെ കിങ്ഡം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. ഹല്ലേലൂയ. ഇതാണ് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഒരു മത്സരം. ഹല്ലേലൂയ. ഇത് നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ആദിയിലല്ല അനാദിയിൽ, നിത്യതയിൽ ഈ ഭൂമി ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പ്, ആദത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ ദൈവം കാണുകയും നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലായോ? എപ്പോഴാണ്? ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ ദൈവം കണ്ടു. ഓക്കെ, അമൃതയെ ദൈവം കണ്ടു. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ ദൈവം കണ്ടു. ഹല്ലേലൂയ. നമ്മളൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറഞ്ഞ് കരയുന്നവരല്ലേ കർത്താവിൻ്റെ സന്നിധിയിൽ? നമുക്കാണെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച നാളെ മുതലുള്ള കാര്യങ്ങളെ അറിയാവൂ അല്ലേ? നമ്മുടെ ആദ്യവും ഒന്നും അറിയത്തില്ല, അവസാനവും ഒന്നും അറിയത്തില്ല നമുക്ക്. എന്നാൽ അനാദിയിലെ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവത്തിന് നമ്മുടെ സർവ്വ കാര്യങ്ങളും അറിയാം, നമ്മുടെ അവസാനം വരെ അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിക്കുക, ആ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ എത്രയോ സേഫാ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നവർ എത്രയോ സേഫാ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ദൈവം അറിയാതെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നമ്മൾ എലക്റ്റഡ് ആയതുകൊണ്ടാണ്. വി ആർ സെറ്റ് അപ്പാർട്ട്. നമ്മൾ വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. പല വെർഷനും നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴുണ്ടല്ലോ, വചനത്തിൽ ആഴമായി വചനത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പല പല വെർഷൻസും എടുത്ത് വായിക്കും. ഹിന്ദി വായിക്കും, ഇനി തമിഴ് വായിക്കാൻ അറിയാന്നുള്ളവർ തമിഴ് വായിക്കും, മലയാളം അറിയാന്നുള്ളവർ ഹിന്ദി, പിന്നെ വേറെ വേറെ വെർഷൻസ്, KJV, NLT, TPT എന്ന് പറയുന്ന ഒത്തിരി വെർഷൻസ് ബൈബിളുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് ആ അർത്ഥം മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ മലയാളം പോലും വായിക്കാൻ സമയമില്ലാത്തവരോട് നമ്മൾ ഇതുവല്ലം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒത്തിരി നോളജോ അങ്ങനെയൊന്നും ഉള്ള ആളല്ല. എന്നാൽ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ എന്ത് നമ്മൾ ചെയ്യാൻ ആരംഭിച്ചാലും അതിൽ നമുക്ക് പ്രവർത്തിക്കാൻ, നിന്റെ കൈ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന പോലെ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. മലയാളം വായിക്കാൻ ആഗ്രഹിച്ച് മലയാളം പഠിച്ചാൽ അത് പഠിക്കാൻ പറ്റും. മലയാളം അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ ഇവൻ ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ ഹിന്ദി നമുക്ക് പഠിക്കാൻ പറ്റും. തമിഴ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ തമിഴ് വായിക്കാനും ഗ്രഹിക്കാനും പറ്റും. ഇതെല്ലാം വരുന്നത് ദൈവത്തിൻ്റെ ഗ്രേസിനാലെയാണ്, ദൈവത്തിൻ്റെ കൃപയാലെയാണ്. ഹല്ലേലൂയ. നമ്മുടെ കോളിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു അതിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയും കാവലും നമുക്ക് വേണ്ടി കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ വചനം എല്ലാം ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒന്നും അറിയത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് അസാധ്യമായതിനെ സാധ്യമാക്കാനാണ് ഞാൻ നിന്നോട് കൂടെ ഉള്ളത്. നിനക്കെല്ലാം സാധ്യമാകുന്നെങ്കിൽ എൻ്റെ ആവശ്യം നിനക്കില്ലല്ലോ. അപ്പം നിനക്ക് പറ്റാത്തത് കൊണ്ട് അത് സാധ്യമാക്കാനാണ് ഞാൻ നിന്നോട് കൂടെ ആയിരിക്കുന്നത്. ധൈര്യമായി മുന്നോട്ട് പോ. നമുക്കുണ്ടോ അങ്ങനെ ഒരു ധൈര്യം? ഉണ്ടോ? എവിടെ? ഇല്ല. ദൈവത്തിൻ്റെ വിളിയിലേക്ക് നമ്മൾ കയറി വരണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട ധൈര്യം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ പകർന്നു കിട്ടുന്നതൊന്നും ധൈര്യമോ, ധൈര്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഹല്ലേലൂയ. എല്ലാം ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാകണം. ഒളിച്ചോടരുത്, ജീവിതത്തിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത്. എല്ലാം ഫേസ് ചെയ്യണം. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലേ? ഒരു പരീക്ഷ വരുമ്പോൾ പേടിച്ചോടിയ ഏതെങ്കിലും കുട്ടി ജയിച്ചിട്ടുണ്ടോ? പരീക്ഷയിൽ അറ്റൻഡ് ചെയ്താലല്ലേ ജയിക്കുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന
ഓരോ വേവ്സും ഓരോ തിരമാലകളെയും നമ്മൾ എന്ത് ചെയ്യണം? ചവിട്ടി മുന്നേറണം. അത് ആ തിരമാല നമുക്ക് വരുമ്പം തോന്നി ഇത് മുക്കിക്കളയുമോ? നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം പഠിച്ചും ഒക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇത് തിരമാല എൻ്റെ മുകളിലൂടെ മുക്കിക്കളയുക. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ധൈര്യപ്പെട്ടാൽ ആ തിരമാല മേൽ ചവിട്ടി യേശു നടന്ന പോലെ നിങ്ങൾ നടക്കും. ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രതിസന്ധി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരിക്കലും തളർന്നുകൊണ്ട്, രോഗമായിക്കോട്ടെ, ഭാരമായിട്ടുള്ള ചുറ്റുപാടുമുള്ള വിഷയങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ പർപ്പസ് വിട്ടിട്ട് ഓടിക്കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കോളിങ്ങിലേക്ക് കയറുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറയില്ല. പല വിഷയങ്ങളും പല സൈഡിൽ നിന്നും ഉണ്ടാവാം. പക്ഷെ നമ്മൾ അതിനെ ഒന്നൊന്നായിട്ട് ജയിക്കണം. ഒന്നൊന്നായിട്ട് ജയിക്കണം. നിങ്ങളുടെ മുന്നിൽ ധാരാളം മുള്ളുവേലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുള്ളുള്ള വേലി പോലെ അങ്ങനെ ധാരാളം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു വാളും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വെട്ടണം. ഒരെണ്ണം വെട്ടി. അപ്പോൾ അത്രയും ദൂരം ഫ്രീ ആയല്ലോ. പിന്നെ എന്ത് ചെയ്യണം? അടുത്തത് വെട്ടണം. പിന്നെ ഫ്രീ ആവും. പിന്നെ അടുത്തത് വെട്ടണം. ഏത് വരെ ഉണ്ട് അത്രയും വെട്ടിയാലേ നമ്മുടെ പാത ക്ലിയർ ആകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷൻ കാണുകയാണ്. അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആർക്കൊക്കെ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വാളുണ്ട്, വചനമാകുന്ന വാളുണ്ട്. അതിനെ എടുത്ത് വെട്ടേണ്ടത് വെട്ടിക്കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഇനി ആരേലും വന്ന് നമ്മളെ തള്ളിക്കൊണ്ട് പോകും നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മളെ തള്ളാൻ ആരും വരത്തില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. കൂടെ നടക്കും കേട്ടോ, കൂടെ നടക്കും. എല്ലാ കാര്യത്തിനും കൂടെ ഇരിക്കും. വചനമാകുന്ന വാൾ നമുക്കുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും വെട്ടി മാറ്റി നമ്മൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. കൂടെ ആരെല്ലാം ഉണ്ടാവും? ദൂതന്മാരുണ്ടാവും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ മതിയാവൂ. ഹല്ലേലൂയ. കർത്താവ് വാളും തന്നിട്ട് നോക്കിയിരിക്കുക, ഇവൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ വാള് ഉറയ്ക്കാത്തിട്ടിട്ട് അയ്യോ കരച്ചിലോ. വാളെവിടെ? ഉറയ്ക്കാത്ത എടുക്കുന്നേ വാള്. ഹല്ലേലൂയ. തന്നിരിക്കുന്ന ധൈര്യം പുറത്തേക്ക് എടുക്ക. ആത്മാവിന്റെ ശക്തി പുറത്തേക്ക് എടുക്ക. വചനം പുറത്തേക്ക് എടുത്ത് പറയ. ഈ ശക്തിയെല്ലാം നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുവാണ്. ആ വാൾ എടുക്കേണ്ട സമയത്ത് എടുത്ത് നമ്മൾ ഉപയോഗിച്ച പ്രതിസന്ധികളെ മാറ്റി മുന്നിലോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് വീണ്ടും വരാം. അവിടെ നമ്മൾ പോയി. അപ്പോൾ വീണ്ടും നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എന്ത് ചെയ്തു? നമ്മളെ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്നിട്ടോ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഈ മുൻ നിയമനം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയി തീരണം. അത് എല്ലാവർക്കും ആ വിളിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള വിളി? തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിത്തീരണം. ഈ കോളിംഗ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ സെക്കൻഡ് സൈഡായിട്ട് വരുന്ന നമ്മുടെ കോളിങ്ങുകൾ ഏതൊക്കെയാണ്? അപ്പോസ്തലനായാലും പ്രവാചകനായാലും ഇവാഞ്ചലിസ്റ്റ് ആയാലും പാസ്റ്റർ കോളിംഗ് ആയാലും എല്ലാം അതെല്ലാം എഫെസ്യ ലേഖനത്തിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവം നൽകിയിരിക്കുന്നത് ഈ ഒരു പർപ്പസ് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഫുൾഫിൽ ചെയ്യണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതിൻ്റെ NLT വെർഷൻ, ന്യൂ ലിറ്റററി ട്രാൻസ്ലേഷനിൽ നമ്മൾ ആ 4ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈവൻ ബിഫോർ ഹി മെയ്ഡ് ദ വേൾഡ് ഗോഡ് ലവ്ഡ് us and chose us in Christ to be holy and without fault in his eyes. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരു ഫാൾട്ടും ഇല്ലാത്തവരായിരിക്കണം. ഓക്കെ? അപ്പോൾ എല്ലാ മനുഷ്യരും ഫാൾട്ട്ലെസ് ആണോ? നമുക്കെല്ലാം കുഴപ്പങ്ങളുണ്ട്. ശരിയല്ലേ പറയുന്നത്? ഓക്കെ. അടുത്ത വാക്യം, God decided in advance to adopt us into his own family by bringing us to himself through Jesus Christ. യേശു ക്രിസ്തുവിലൂടെ
ദൈവിക കുടുംബത്തിലേക്ക്, അങ്ങനാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവിക കുടുംബത്തിലേക്കാണ് നമ്മളെ ദത്തെടുത്തിരിക്കുന്നത്. യേശുവിനെ നൽകിക്കൊണ്ട്, തൻ്റെ രക്തം നൽകിക്കൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മുന്നമേ ഉള്ള പ്ലാനാണ് അല്ലേ? അതെപ്പോഴാണ് വെളിപ്പെട്ടത്? യേശു ക്രിസ്തു വന്ന് സഭ വെളിപ്പെട്ടപ്പോഴല്ലേ അത് വെളിപ്പെട്ടത്. അപ്പോൾ ദൈവം ആ പ്ലാൻ എപ്പോഴാണ് ഡിസൈൻ ചെയ്തത്? നേരത്തെ ബ്രദർ പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം ഡിസൈൻ ചെയ്ത പ്ലാൻ ആയിരുന്നു. ഹല്ലേലൂയ. ആ മിസ്റ്ററി ആർക്കും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തു വെളിപ്പെട്ടപ്പോഴാണ്, ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലൂടെ ആ മിസ്റ്ററി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മിലൂടെയാ പല മർമ്മങ്ങളും ഈ ആത്മലോകത്ത് വെളിപ്പെടുന്നത്, പിശാച് അറിയുന്നതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിലൂടെ ഇങ്ങനെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നെന്ന് അവനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ക്രൂശോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞെന്നാണ് വിചാരിച്ചത്. എന്നാൽ ക്രൂശിലായിരുന്നു എല്ലാത്തിൻ്റെയും ആരംഭം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേറൊരു വെർഷനിൽ വായിക്കാം. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വെർഷൻസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു തരുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ബൈബിൾ പഠിക്കുവാണല്ലോ, ചുമ്മാ തമാശയായിട്ട് ചെയ്യുന്നതല്ലോ കാര്യങ്ങൾ. അപ്പോൾ വേറൊരു വെർഷനിൽ നിന്ന് ഞാനിത് വായിച്ചു തരാം. ഗ്രീക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ് കേട്ടോ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് TPT ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ആൻഡ് ഹി ചൂസസ് ടു ബി ഹിസ് വെരി ഓൺ, joining us to himself even before laid the foundations of the universe. അപ്പോൾ ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മളെ ഒന്നിച്ചു ചേർത്തു, ജോയിൻ ചെയ്തിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭൂമി സൃഷ്ടിക്കുമ്പോൾ വചനത്താലല്ലേ ഉളവായത്? when God command let there be light, അങ്ങനെ പറയുമ്പോൾ വചനത്താലല്ലേ ഉരുവായത്. അപ്പോൾ ഈ കമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ ഉണ്ട്? ക്രിസ്തുവിലുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ക്രിയേഷനിലുള്ള നമ്മുടെ പങ്ക് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളത് ചിന്തിക്കുക. വേർഡിൽ നമ്മൾ ഉണ്ടായിരുന്നു, ക്രിസ്തുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ ക്രിയേഷൻ നടക്കുന്നത്. ശരിയാണോ? അതാ ഈ ക്രിയേറ്റ് ചെയ്തതിലെല്ലാം നമുക്ക് അതോറിറ്റി വന്നത്. അതാ പിശാചിന് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ വീണുപോയ ദൂതനായ ഇവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ റോള്? ഇല്ല. ഇതാ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ ബിഫോർ ദ ക്രിയേഷൻസ് വി ആർ എക്സിസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. സോ വെൻ ഗോഡ് ക്രിയേറ്റഡ് ഓർ വെൻ ഗോഡ് കമാൻഡ് ലെറ്റ് ദെയർ ബി ലൈറ്റ്, വി ആർ ഓൾസോ ദെയർ. ഹല്ലേലൂയ. നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ആ സൃഷ്ടിപ്പിൽ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും അംഗീകരിക്കത്തില്ല. ഒരു ദൈവമാവാൻ വേണ്ടി നോക്കുവാണോ? കർത്താവ് ഇങ്ങോട്ട് വന്ന് ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ദൈവത്തിനോട് നിന്നെ സമനാക്കിയതുകൊണ്ട് ക്രൂശിക്ക. ഇതേ ഇന്ന് നടക്കത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് സമനാകുന്നു, അല്ലെങ്കിൽ ആ ഒരു പവറോ അധികാരവും നമുക്കുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം പറയാൻ ശ്രമിച്ചാൽ ഉടനെ മൊത്തം പ്രശ്നമായി, ഉടനെ ദുരുപദേശമായി, ഉടനെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. ഇതുകൊണ്ടാണ് ആരും ഒരിക്കലും വളരാത്തത്. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് എനിക്ക് തന്ന ആ വെളിപ്പാട്, ആ റെവലേഷൻസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ റെവലേഷൻസ് ഒക്കെ എൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ബ്ലഡ് ഫ്ലോ നിയന്ത്രിക്കുന്നത് ഈ റെവലേഷന്. ഹല്ലേലൂയ. ഹാർട്ടൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ട്? എൻ്റെ ഓരോ നാഡീ ഞരമ്പുകളെയും നിയന്ത്രിക്കുന്നത് ഈ വെളിപ്പാടാണ്. ഈ വെളിപ്പാടിൻ്റെ മേലാ പണി നടക്കുന്നത്. ഹല്ലേലൂയ. ഈ റെവലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും. കാരണം ഞാൻ ആരാന്നുള്ള എൻ്റെ ബോധ്യം, ക്രിസ്തുവിൽ ഞാൻ ആരാ, എന്തോ അതോറിറ്റി എനിക്ക് സൃഷ്ടികളുടെ മേൽ ഉണ്ടായത്, സൃഷ്ടികളുടെ മേൽ ദൈവം വെച്ചിരുന്നത്, അതിനെയൊക്കെ പിശാച് നശിപ്പിച്ചു കളഞ്ഞത് അല്ലേ? അപ്പോൾ തിരികെ നമ്മൾ ഇൻ ക്രൈസ്റ്റ്, ആ ഒരു ഇൻ ക്രൈസ്റ്റ് എന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ദ സെയിം അതോറിറ്റി ആൻഡ് പൊസിഷൻസ് എല്ലാം നമുക്ക് തിരിച്ചു വരുവാ. ഹല്ലേലൂയ. ഇത് പിശാചിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുക. നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ കണ്ട് ഓടുന്ന നേരം അതിനോടൊന്ന് കമാൻഡ് ചെയ്യാൻ പഠിക്കാമെങ്കിൽ അതെല്ലാം നമ്മളെ വിട്ട് ഓടും. ഹല്ലേലൂയ. നമ്മുടെ അധികാരത്തിലും ശക്തിയിലും നമ്മുടെ വാക്കുകൾ റിലീസ് ചെയ്യാമെങ്കിൽ, നമ്മളൊരു പ്രതിസന്ധി ഇങ്ങോട്ട് വരുമ്പോൾ നിരാശ പറഞ്ഞ്, ഭാരം പറഞ്ഞ്, നമ്മൾ മനുഷ്യരാ, ബോഡി ഉണ്ടല്ലേ, അതിൻ്റെ ബലഹീനതകളെ ശരീരത്തിൽ ഉണ്ടാവുമോ? ചിലപ്പോഴെല്ലാം ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പോഴെല്ലാം നിരാശപ്പെടരുത്. ഇവൻ എനിക്ക് പോലും പലപ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് ഇന്ന് സംസാരിക്കാനുള്ള ബലം ഉണ്ടോ? ഒത്തിരി പ്രശ്നങ്ങൾ പ്രതിസന്ധികളും ഉണ്ടല്ലോ, ക്ഷീണമുണ്ട്, എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ബലം വരുമ്പോൾ കർത്താവിൻ്റെ സ്വരം ഉള്ളിൽ നിന്ന് കേൾക്കുക. ഞാൻ ആയിരിക്കുന്ന പോലെ നീ ആയിരിക്കുക,
ഞാൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ആയിരിക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ നമ്മളെ ദൈവം എങ്ങനെ ആക്കിയിരിക്കുന്നോ അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവ മക്കളായി ആ ഒരു അതോറിറ്റിയോടെ, ആ ബലത്തോടെ, സകലത്തെ വാഴാനുള്ള ബലത്തോടെ നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ആ അതോറിറ്റിയോടെ നമ്മൾ സാഹചര്യങ്ങളോട് കൽപ്പിക്കാനായി പഠിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന സാഹചര്യത്തിലൂടെ പിശാച് എന്നെ തളർത്തിക്കളയാൻ ശ്രമിക്കുന്ന അവന്റെ പദ്ധതികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പ്രാർത്ഥിക്കണം. ക്ഷീണം കൊണ്ടിടുമ്പോൾ, ബലഹീനതകൾ വരുമ്പോൾ, രോഗങ്ങൾ കൊണ്ടിടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറുമ്പോൾ ആ സാഹചര്യത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന മനുഷ്യരെയല്ല നമ്മൾ കാണേണ്ടത്, അവരെ നമുക്ക് പ്രതികൂലമാക്കുന്ന ആത്മമണ്ഡലത്തെ നമ്മൾ നേരിടണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്ന ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാം കമാൻഡ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. കാരണം നമുക്ക് അതിനുള്ള അധികാരവും പവറും എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ആ വചനത്തിലേക്ക് വരാം. And he chose us to be his very own, joining us to himself even before he laid foundations of the universe. Hallelujah. ഈ ലോകത്തിന് ഫൗണ്ടേഷൻസ് ഇടുന്നതിന് മുമ്പ്, അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം നമ്മളെ കണ്ടു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മളെ മാറ്റി നിർത്തി. ഇവിടെ ഗ്രീക്കിൽ നിന്നുള്ള ട്രാൻസ്ലേഷനിൽ 2-3 അർത്ഥങ്ങളുണ്ട്. ബിഫോർ ദ ഫാൾ ഓഫ് ദ വേൾഡ് എന്നാണ് ഒരു ബിഫോർ ദ ഫാൾ ഓഫ് ദ വേൾഡ്, ഈ ലോകം വീഴുന്നതിന് മുമ്പ്. ബിഫോർ ദ ഫാൾ ഓഫ് ആദം, ബിഫോർ ഫാളിങ് ഡൗൺ, ഒരു വീഴ്ചയ്ക്ക് മുമ്പേയൊക്കെ നമ്മളെ ദൈവം കണ്ടിരുന്നു എന്ന് നമുക്ക് ഈ ഗ്രീക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വായിക്കാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത്, ഗ്രീക്ക് ടെക്സ്റ്റ് അതിനർത്ഥമാക്കുന്നത് ഹി പ്രീ ഡെസ്റ്റിനേറ്റഡ് us or he set apart us or he marked us. നമ്മളൊക്കെ ചിലരെയൊക്കെ എന്താ പറയുന്നത്, ചില ഗ്രൂപ്പുകളിലുള്ളവരെയോ ചില ലീഡേഴ്സിനെയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ടാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പലോ, ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കല്ല ഒരു സിമ്പൽ ഉണ്ടാവും അല്ലേ? എന്ത് സിമ്പൽ ഉണ്ടാവും? ആ സ്കൂളിൻ്റെ എംബ്ലം, അവരുടെ ബെൽറ്റിൽ ഇവൻ ഷർട്ടിലോ എന്തെങ്കിലും ഒരു എംബ്ലം ഉണ്ടാവും. അത് അവരുടെ സ്കൂളിലാണ് ആ കുഞ്ഞ് പഠിക്കുന്നത് എന്നുള്ളതിന് ഒരു എംബ്ലം ഉണ്ടാവും. നമ്മൾ വാങ്ങുന്ന ഓരോ വസ്തുവിൽ പെന്നായിക്കോട്ടെ, കപ്പായിക്കോട്ടെ അല്ലേ, എല്ലാത്തിലും മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ മുംബൈ, ഇങ്ങനെയൊക്കെ അതിലെല്ലാം ലേബൽ ഉണ്ടാവും. ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടി ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതുപോലെ ദൈവം ആരൊക്കെയാണോ തിരഞ്ഞെടുത്തത് അവരിലെല്ലാം ഒരു മാർക്ക് വെച്ചു ദൈവം. ഹല്ലേലൂയ. ഒരു സീല് വെച്ചു കർത്താവ്, ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അതാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ മുദ്ര വെച്ചു. എന്തിനു വേണ്ടിയാ? ഇവരെ ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് വേൾഡ് വി ആർ ചൂസൺ. ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതിൻ്റെ മാർക്കാണ് എന്തോന്ന്? നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. എത്ര പേർക്കുണ്ട് പരിശുദ്ധാത്മാവ്? ഉണ്ടല്ലോ, ഉണ്ട്. പുറത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ, അന്യഭാഷ പറയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലെന്നല്ല. ദൈവം നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മേൽ ആ മുദ്ര അടിച്ചിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് എപ്പോഴാണ് അത് കേൾക്കുന്നത്? നമ്മൾ എപ്പോഴാണോ സുവിശേഷം കേൾക്കുന്നത്, എപ്പോഴാണോ യേശുവിനെ വിശ്വസിക്കുന്നത്, അപ്പോഴാണ് ആ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് അറിയാനും ലഭിക്കാനും ഒക്കെ പറ്റുന്നത്. ഇതെല്ലാം നേരത്തെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം പ്ലാൻ ചെയ്തെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ, അല്ലോ? ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പർപ്പസ് ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ എത്രയോ മക്കൾ ഇന്ന് അറിയുന്നില്ല എന്ത് കോളിങ്ങാ, എന്ത് പർപ്പസാ, അല്ലേ? ആരും അറിയുന്നില്ല. അവരേതാണ്ട് വിചാരിക്കുന്ന അവരിങ്ങനെ പൊട്ടിമുളച്ച് താൻ്റെ ഭൂമിയിലേക്ക് വീഴുന്നു. ഈ ലോകത്തിലൊന്ന് അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിച്ച് ഈ ലോകം അങ്ങ് തീരാൻ പോവുമല്ലേ, ആയുസ് തീരാൻ പോവുക. അതുകൊണ്ട് മാക്സിമം അടിച്ചു പൊളിക്കുക. അങ്ങനെയാ യുവാക്കളെല്ലാം, അല്ലേ? എല്ലാ മനുഷ്യരും പോകുന്നത്. ആയുസ് തീരുന്നതിന് മുമ്പേ
സമ്പാദിക്കണം, ബാങ്ക് ബാലൻസ് വേണം, വീട് വെക്കണം, മക്കളെ സെറ്റിൽ ചെയ്യിപ്പിക്കണം. അയ്യോ, അങ്ങ് മൊത്തം പ്രശ്നമാണ് അല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ റെവലേഷൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇതിനൊന്നും അല്ല നമ്മളെ ദൈവം ഭൂമിയിലാക്കി. ഒരു കുടുംബം തന്നത് ദൈവത്തിന്റെ പ്ലാൻ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ. ഹല്ലേലൂയ. ഒരു കുടുംബം തന്ന എന്തിനാ ദൈവം? മക്കളെ പഠിപ്പിച്ച് അധ്വാനിച്ച് നമ്മൾ അവിടെ അങ്ങ് തീരാനാണോ? അങ്ങനൊന്നുമല്ല. ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പർപ്പസിനകത്തുള്ളത്. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെ തലയായ പുരുഷനുണ്ട്, സഹായിയായ വൈഫുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ ആ കുടുംബമുണ്ട്. ആ കുടുംബത്തിലൂടെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ കുടുംബം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ഈ ലോകത്ത് മുഴുവൻ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും ഒക്കെ നമ്മുടെ ജീവിതം തീർക്കാനല്ല. അവരെല്ലാം നമ്മൾ പരിപാലിക്കണം. എല്ലാവരും ഇട്ട് കളഞ്ഞിട്ട് ഓടാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോളിംഗ്, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമി ചെയ്തെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമയം ഉണ്ടാകുന്നതിന് മുമ്പേ, സമയം എന്താ ഇവിടെ ഉണ്ടായെങ്കിൽ അതിനൊരു അവസാനമുണ്ട്, ഇവിടെ തീരും. മനസ്സിലാകുന്നുണ്ടോ? സമയത്തിനൊരു തുടക്കമുണ്ട്, അവസാനമുണ്ട്, ഒടുക്കമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിത്യത എവിടാ തുടങ്ങിയത്? ടൈംലെസ്. അത് തന്നെ, അത് ഇൻഫിനിറ്റീവ്. നമുക്കറിയില്ല നിത്യത എവിടെ അവസാനിക്കും. അതും ടൈംലെസ് ആണ്. സമയമൊന്നുമില്ല. നമ്മൾ എന്ത് ചിന്തിച്ചാലും, നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ എന്ത് ചിന്തിച്ചാലും സമയത്തിലാണ് ചിന്തിക്കുന്നത്. ശരിയല്ലേ? ആരാധന ചിന്തിച്ചാൽ ഉടനെ സമയം ചിന്തിക്കും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഉടനെ സമയം, പോകണമെന്ന് ചിന്തിച്ചാൽ പിന്നെ സമയം ചിന്തിക്കും. ഈ സമയം ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചിന്തിച്ചാലും സമയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്നാൽ നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് കിട്ടിയവന് സമയത്തിലൊരു കാര്യമില്ല. സമയമല്ല പിന്നെ അവനെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. നിത്യതയ്ക്ക് അകത്തുള്ള ഒരു പാർട്ടാണോ സമയം? നിത്യതവും സമയം തമ്മിലുള്ള ബന്ധം എന്താ? സമയത്തിനകത്തൊന്നും പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെന്ന് സഭാപ്രസംഗി പറയുന്നല്ലേ. പിന്നെ ഉള്ളത് തന്നെ ദൈവം വിളിക്കുന്നു, ഇങ്ങനെ ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സൂര്യന് താഴെ ഒന്നും പുതിയതില്ലെന്നാ. ഹല്ലേലൂയ. ഒന്നും പുതിയതില്ലെന്നാ ഉള്ളതാ സൂര്യന് താഴെ ഒന്നും. എല്ലാം എങ്ങനെയാ? അപ്പൊ സമയം നിത്യം തമ്മിലുള്ള ബന്ധം എന്താ? ഹല്ലേലൂയ. അറിയാമോ നിങ്ങൾക്ക്? ചിലർ പറയുന്നുണ്ട് നിത്യതയുടെ ഒരു പാർട്ടാണ് സമയം. അങ്ങനെ തെളിയിക്കുന്ന ഒന്നും നമുക്കില്ല. നിത്യതയുടെ ഒരു പാർട്ടാണോ സമയം? അങ്ങനെയൊന്നും തെളിയിക്കുന്നത് നമുക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ അറിയാം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. എന്താണ് നിത്യതയും സമയവും തമ്മിലുള്ള ബന്ധം? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് എല്ലാം മനസ്സിലാക്കാം. ഹല്ലേലൂയ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. ആഴത്തിൽ ബൈബിൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊന്നും അറിയാത്ത ആൾക്കാരാണ്. ദൈവത്തിൻ്റെ ആ ഒരു കൃപയിൽ മാത്രമേ നമുക്ക് എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളും ദൈവസന്നിധിയിലിരുന്ന് എന്തായിരുന്നു കർത്താവേ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് എന്തായിരുന്നു എന്നൊക്കെയുള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ എന്തൊക്കെയായിരുന്നു ആ സമയത്ത്, ഇനി ആഫ്റ്റർ ദിസ് ടൈം എന്താണ് അങ്ങയുടെ പ്ലാൻ, അങ്ങയുടെ പദ്ധതി, അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ? വെളിപ്പാട് പുസ്തകത്തിലൂടെ പുതിയ ആകാശം, പുതിയ ഭൂമി എല്ലാം സൃഷ്ടിക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കുമുള്ള നമ്മുടെ കോളിങ് ഞാൻ പറഞ്ഞു. എല്ലാവരും വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും. ഹല്ലേലൂയ. അതിനുവേണ്ടി എല്ലാവരെയും ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് വി ആർ എലക്റ്റഡ് ഓർ വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്സ് പർപ്പസ് ഓർ ഗോഡ്സ് പ്രോജക്റ്റ് ഓർ ഗോഡ്സ് സ്പെഷ്യൽ അസൈൻമെൻറ്റ്. ഹല്ലേലൂയ. ഇതെല്ലാത്തിനും വേണ്ടി ദൈവം നമ്മളെ മാറ്റി നിർത്തി. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ പിശാചും ചിലരെ മാറ്റി നിർത്തിയിട്ടില്ലേ? അവൻ്റെ പർപ്പസിന് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് 2 സീഡും ഉണ്ട് ഇവിടെ. ദുഷ്ടനിൽ നിന്നുള്ളവർ, ദൈവത്തിൽ നിന്നുള്ളവർ. യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങൾ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാത്തത്. അപ്പോൾ പിശാച് പിതാവായത് എങ്ങനെ? അവന് മക്കളുണ്ടായത് എങ്ങനെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ.
കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. ചേടാ, അവനെങ്ങനെ ആദത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നല്ലേ കയീന് ഹാബിൽ, അവനെങ്ങനെ പെട്ടെന്ന് ദുഷ്ടനിൽ നിന്നുള്ളവനായി? ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സെലക്ഷൻ. ദൈവം സെലക്ട് ചെയ്യുന്നവരും പിശാചിന്റെ പദ്ധതിക്ക് വേണ്ടി അവനുള്ളവരും. ഹല്ലേലൂയ. വി ആർ മാർക്ഡ് ഫോർ ഗോഡ്. ഹല്ലേലൂയ. വി ആർ സെലക്റ്റഡ് ഫോർ ഗോഡ്. അതുപോലെ പിശാച് അവൻ്റെ രാജ്യത്തിന് കുറേ എണ്ണത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരിലൂടെയാണ് പിശാച് എന്ത് ചെയ്യുന്നത്? അവൻ്റെ കിങ്ഡം സ്ഥാപിക്കുന്നത്. നമ്മളിലൂടെയാണ് ദൈവത്തിൻ്റെ കിങ്ഡം സ്ഥാപിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഓരോരുത്തർക്കും സ്പെഷ്യൽ അസൈൻമെന്റ് ഇവിടെ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു കോളിങ്ങിന്റെ മെയിൻ ഭാഗം ഇതാണെങ്കിലും നമ്മളുടെ ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അത് അടുത്ത ദിവസം ഞാൻ എല്ലാം പറയും. എങ്ങനെ എൻ്റെ കോളിങ് എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതുവരെ ആർക്കെങ്കിലും? എങ്ങനെ എൻ്റെ കോളിങ് മനസ്സിലാക്കാന്നുള്ളത് അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ കോളിങ് അറിയാമോ? ഇത് മെയിൻ കോളിംഗ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ മെയിൻ വിളി, മെയിൻ തെരഞ്ഞെടുപ്പ് ഇതാണ്. എന്നാൽ അതിന് സബ് കോളിംഗ് ആയിട്ട് ഇതിലേക്ക് അനേകരെ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയുള്ള കോളിംഗ് ഉണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ വിളി അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് എല്ലാവർക്കും വിളി ഉണ്ടെന്ന് ഓക്കെയാണല്ലോ അല്ലേ? ഉണ്ട്. ഒരു പോർഷൻ നമ്മൾ ചെയ്തേ പറ്റും. എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു എന്ന തലയാകുന്ന അല്ലേ, തല യേശുവാണ്. ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടേതായ കോളിംഗ് ഈ നാളുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാലല്ലേ നമുക്ക് അതിൽ ആക്റ്റീവ് ആവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ അങ്ങ് കണ്ടിരിക്കുന്നു. അങ്ങയുടെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയപ്പാ. പിതാവേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെ ഇപ്പോൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട വചനം പ്രിയ മക്കളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമായി തീരട്ടെ. ജീവനും ആത്മാവുമായി ആ വചനം അവരിൽ ക്രിയ ചെയ്യട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലുള്ള ചില വിളി, ചില ഉദ്ദേശം യേശുവിൻ്റെ നാമത്തിൽ സാധ്യമാകുന്ന ദിവസങ്ങളാക്കി മാറട്ടെ കർത്താവേ. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് കൃപ നൽകണം. ആരെല്ലാമാണോ കർത്താവേ എൻ്റെ വിളി വെളിപ്പെടുത്തണമേ, എൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തണമേ എന്ന് ആഗ്രഹിക്കുന്നത്, അവരോടെല്ലാം ദൈവം സംസാരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. റബൽ ഹസ്റു റഥോംബര റികോൽ സറോ ലറാന്ധര ബലശമന റേക്കൽ സബറോ ലഹത്ബര. കർത്താവേ, യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ അവരുടെ വിളിയും അവരുടെ തിരഞ്ഞെടുപ്പും അവരുടെ ഉദ്ദേശം എല്ലാം ഈ നാളുകളിൽ പ്രിയ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അത്ഭുത കരത്തിൽ പ്രിയ മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെയും അവർക്കുള്ളതിനെല്ലാം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നപ്പാ. എല്ലാറ്റിൻ്റെ മേലും ദൈവിക സംരക്ഷണവും കാവലും ഇരിക്കണം. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രിയമക്കൾ സൗഖ്യമാകട്ടെ. ദൈവഹിതത്തിന് വിരോധമായി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാറ്റിനെയും ദൈവം ഇന്ന് ഇറങ്ങി ചിലതിനെ നീക്കം ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് അതിൻ്റെ ബലം കൊടുക്കണം, അതിനുള്ള ശക്തി കൊടുക്കണം കർത്താവേ. എല്ലാറ്റിനെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.